എടാ നിനക്ക് 10-27 വയസ്സായില്ലേ? ജീവിതത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ നിനക്ക്? ഒരു കോഴ്സിന് വിട്ടിട്ട് ആ കോഴ്സ് പോലും അവൻ പൂർത്തിയാക്കിയില്ല. വെറുതെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് ചത്തുവിടണം നിനക്ക്. ഓ മോൻ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ നാട്ടുകാരുടെ മുമ്പിൽ ഞാനിത് നാണം കെടുവാ. ഞാൻ എന്തോ പറയാനാ? നിന്റെ ഈ സിനിമാ പ്രാന്ത് തുടങ്ങിയത് മുതലാണ് നാശം മുഴുവൻ. എടാ നീ ആവശ്യപ്പെട്ട ഒരു കോഴ്സിനാ ഞാൻ നിന്നെ വിട്ടത്. അതും നീ പൂർത്തിയാക്കിയില്ല. അതിനകത്ത് എനിക്ക് ലക്ഷങ്ങളെ ചെലവ് വന്നിരിക്കുന്നത് കേട്ടോ. സിനിമയെന്നും പറഞ്ഞ് നടക്കുക. എടാ സിനിമയിലേക്ക് ലക്ഷങ്ങൾക്ക് 1-2 പേരിലടാ രക്ഷപ്പെടുന്നത്. നീ അതിന്റെ പുറകെ നടന്നുകൊണ്ടല്ലേ നിന്റെ കോഴ്സ് തന്നെ നഷ്ടപ്പെട്ടു പോയത്. എടാ നീ എന്തെങ്കിലും ഒരു പണി ചെയ്ത് ജീവിക്കാൻ നോക്കണ. അതൊന്ന് കാണട്ടെ ഞാൻ. വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് സിനിമാ നടനാവാൻ നടക്കുന്നു. ഭാവി തൊലയ്ക്കാനായിട്ട്. നിനക്ക് താഴെ ഒരു പെങ്ങളുണ്ട്. വല്ല വിചാരവും ഉണ്ടോ നിനക്ക്? ഇനി എന്റെ ചെലവ് ജീവിക്കാൻ നീ നോക്കണ്ട. വേറെ സ്ഥലം നോക്കണം. എടാ എന്റെ കൂടെ പഠിച്ച പിള്ളേരുടെ മക്കളൊക്കെ അവർക്ക് നല്ല ജോലിയിലായി. എനിക്ക് മാത്രം ഈ ഗതി വന്നല്ലോ. നീ കാരണം നിന്റെ അനിയത്തിക്ക് ഒരു നല്ല ആലോചന വരുമെന്ന് തോന്നുന്നുണ്ടോ? ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ എന്താ പറയാന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുമോ? ചേട്ടാ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചേട്ടന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറയണ്ടേ ചേട്ടൻ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടില്ലെന്ന്? അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാനും അതേ കോളേജിലല്ലേ പഠിക്കുന്നത്. ചേട്ടൻ സപ്ലൈ എഴുതാൻ വരുന്നതൊക്കെ അവർ കാണാറുണ്ട്. ഞാൻ അവരുടെ മുമ്പിൽ അങ്ങ് നാണം കെടുക. എനിക്കിനിയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തോരെന്നും പറഞ്ഞ ഇങ്ങനെ എൻ്റെ വീട്ടിലാണ് നല്ല ആലോചനകൾ വരുന്നുണ്ട്. നീയാണ് നിന്റെ കോഴ്സ് പോലും പാസ്സായിട്ടില്ല. സോ ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. എടാ നീ സിനിമ എടുക്കണം വാങ്ങാതിരുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് വർഷം 3 ഇനി 1 മാസം കൂടി ഞാൻ സമയം തരും. അതിനുള്ളിൽ എൻ്റെ പൈസ തന്നു തീർത്തില്ലേ നിന്റെ വീട്ടിലേക്ക് ഞാനൊരു വരവങ്ങ് വരും. കൂട്ടി താക്കോലും കൊണ്ട് ഞാനങ്ങ് പോകും. നിന്റെ അച്ഛനും അമ്മയും പെങ്ങളും പെരുവഴിയിലാവും. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അടുത്ത് നിന്റെ മറ്റേ സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ, എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല. ഈ ബേഡി ബിസിന് ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ തന്നെ ചെയ്തിരിക്കും. എടാ ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നീ ഇവിടെ ഉണ്ടോ? ഇനിയെങ്കിലും ഒന്ന് പാസ്സായി പോയിക്കൂടെ നിനക്ക് ഇവിടുന്ന്? കഷ്ടം. ഹലോ ഹരിഗോവിന്ദല്ലേ? അതെ. ഓക്കെ, നിങ്ങള് കഴിഞ്ഞ സൺഡേ കൊച്ചിയിൽ ഒരു ഫിലിം ഓഡീഷൻ വന്നില്ലായിരുന്നു? നിങ്ങൾക്ക് അതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് റോൾ ഉണ്ട്. ആ സാർ, ശരി സാർ. സാർ ചാൻസ് കിട്ടുമോ? ഉറപ്പാണോ? ആ കിട്ടും, ഷുവറാണ്. സിജു സാറിന്റെ ആണ് ഫിലിം. അപ്പോൾ സാറിന്റെ മകന്റെ റോളാണ് ഹരി ചെയ്യേണ്ടത്. നെക്സ്റ്റ് മന്ത് തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. പേയ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഷൂട്ട് ഒരു 8 ഡേയ്സ് കാണും. അപ്പോൾ ഹരി ഓക്കെ ആണല്ലോ അല്ലേ? ആ സാർ, ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.